ഹരേ ബ്രഹ്മാർപ്പണമസ്തു. എവർക്കും ഹൃദ്യമായ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സകർഷം സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ ശ്രവിക്കുക അഥവാ ദർശിക്കുക എങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വന്നു ചേരുന്നതാണ്. എല്ലാവരും സുഖമായിട്ടിരിക്കണോ എന്നുള്ള ശുഭ ചിന്തനത്തോടുകൂടി ഇന്നത്തെ പ്രതിപാദ്യ വിഷയത്തിലേക്ക് നമുക്ക് ചരിക്കാം. നമുക്കറിയാം, കുറേയധികം നാളുകളായിട്ട് ഒട്ടേറെ വഴിപാടുകൾ, ഉപാസനകൾ, ക്ഷേത്ര ദർശനങ്ങൾ ഒക്കെ അനുഷ്ഠിച്ചിട്ടും കാര്യമായിട്ടുള്ള മാറ്റങ്ങളോ കാര്യമായിട്ടുള്ള ഫലങ്ങളോ വന്നിട്ടില്ല. ജീവിതം ദുരിതവും പ്രതിസന്ധികളെ നേരിടേണ്ടതായിട്ടുള്ള അവസ്ഥകളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകണം സാഹചര്യത്തിൽ നമുക്ക് അത്യധികം ബുദ്ധിമുട്ട് അനുഭവവേദ്യമാകുന്ന ഏറ്റവും വലുതായിട്ടുള്ള ഒരു കാര്യം, ഈ ഒരു കാര്യം മനസ്സിലങ്ങട് നിരൂപിച്ചുകൊണ്ട് അടുത്തുള്ള ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ, ആഞ്ജനേയ സ്വാമി ക്ഷേത്രത്തിൽ അതീവ ശ്രദ്ധേയമായിട്ടുള്ള ഒരു വഴിപാട് അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ നീ എത്ര വലിയ കർമ്മ നിധാനമായിരുന്നാലും ആഞ്ജനേയനാകണ ഭഗവാൻ വീരഹനുമാൻ സാധിച്ചു തരും എന്നുള്ളതാണ്. ദാരിദ്ര്യവും രോഗവും ദുരിതവും ദുഃഖങ്ങളും എന്ന് വേണ്ട പലവിധ അനുഭവങ്ങൾ വന്നിട്ടുള്ള സജ്ജനങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാക്കും. അതിന് വലുതായിട്ടുള്ള ധന കർമ്മങ്ങളോ അല്ലെങ്കിൽ ഒട്ടേറെ നേരം അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള ചിട്ടാവട്ടങ്ങളോ ഒന്നും തന്നെ ഇല്ല. ചെയ്യേണ്ടുന്നത് ഇത്ര മാത്രം, ഇച്ചിരി പ്രയാസമുള്ള കാര്യമാണ്. ധന ആവശ്യമില്ല. പേരാലിൻ്റെ മുട്ട്, പേരാലെന്ന് പറയുന്ന വൃക്ഷം നമുക്കേവർക്കും അറിയാവുന്നതാണ്. അതിൻ്റെ ഇല വിരിയണ ആ മുട്ടുഭാഗം അതൊരു 108 അല്ലെങ്കിൽ 244 നല്ല രീതിയിൽ പറിച്ചെടുത്ത് അല്ലെ കട്ട് ചെയ്തെടുത്ത് അതിനെ ഹാരമാക്കി മാലയാക്കി പിരിച്ച് കെട്ടിയുള്ള മാലയായിരിക്കണം. ഈ മാല നല്ലതുപോലെ അങ്ങോട്ട് കെട്ടി, എന്നിട്ട് നല്ലത് ഉശനിലയിൽ വെള്ളം തളിച്ച് അതങ്ങോട്ട് വെച്ച് ഒരു ചെറിയ കുപ്പി നെയ്യും നമ്മൾ മേടിച്ച് നേരെ അടുത്തുള്ള ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ കൊണ്ടുപോവുക. വഴിപാട് കൗണ്ടറിൽ ചെന്ന് അല്ലെ ഷീട്ടെടുക്കുന്ന സ്ഥലത്ത് ചെന്ന് നമ്മളുടെ നക്ഷത്രവും നാമധേയവും പറഞ്ഞ് ഷീട്ടെടുക്കുക. ആഞ്ജനേയ അഷ്ടോത്തര മന്ത്രാർച്ചന, നേരെ ശ്രീലകത്ത് കയറുക. ഇത് ഭഗവാന്റെ തിരുസന്നിധിയിൽ കൊണ്ടങ്ങട് സമർപ്പണം ചെയ്യുക. അന്നേരം മണ്ഡപത്തിൽ സമർപ്പണം ചെയ്യണം. ചില ക്ഷേത്രങ്ങളിൽ വാതിക്കൽ കൊണ്ടുവയ്ക്കണ ഒരു രീതിയുണ്ട്. അതൊരിക്കലും ശരിയായിട്ടുള്ള രീതിയല്ല. കാരണം അവിടെ ഇരിക്കണ ഭഗവാൻ ആ പടിയിലൂടെ തിരുമനസ് കയറുമ്പോൾ അത് ചവിട്ടിക്കയറണ പടിയാണ്. അത് ഭഗവാന് ധരിക്കുമ്പോൾ അത് ചെയ്ത വ്യക്തിക്കും അതുപോലെ തന്നെ അത് ചെയ്യുവാനിടയായ വ്യക്തിക്കും ഒരേപോലെ ഫലം വന്നു ചേരും. അതുകൊണ്ട് മണ്ഡപത്തിൽ അങ്ങോട്ട് വയ്ക്കുക, സമർപ്പിക്കുക. സമർപ്പിച്ച് തിരുമനസിൻ്റെ കയ്യിൽ നെയ്യ് അങ്ങോട്ട് കൊടുക്കുക. അഷ്ടോത്തരാർച്ചനയുടെ റെസിപ്റ്റ് കൊടുക്കുക. പിന്നെ ഈ ഹാരം അങ്ങോട്ട് കൊടുക്കുക. ഇനി ഒരു കദളിപ്പഴവും കൂടി ഉണ്ടെങ്കിൽ ഏറ്റവും ഉത്തമമാണ്. നിർബന്ധമില്ല.
ഉണ്ട് എന്നുണ്ടെങ്കിൽ വളരെ നമുക്ക് ഗുണത്തെ പ്രതിനിധാനം ചെയ്യും എന്നുള്ളതാണ്. അത് ഇത്രയും അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഭഗവാന് ശ്രദ്ധേയമായിട്ടുള്ള രീതിയിൽ പ്രദക്ഷിണം ചെയ്യുക. പ്രദക്ഷിണം ചെയ്യുമ്പം ഉച്ചരിക്കേണ്ടുന്ന മന്ത്രം എന്ന് പറയുന്നത് ഏറ്റവും ഹനുമത് മന്ത്രങ്ങളിലെ ബൃഹത് മന്ത്രം, ഷോഡശാക്ഷരി മന്ത്രം, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഈ മന്ത്രം അങ്ങോട്ട് ചൊല്ലി ഒരു 34 അല്ലെങ്കിൽ 68 എന്നുള്ള രീതിയിൽ പ്രദക്ഷിണം കഴിച്ച് ആ സമയമാകുമ്പോഴത്തേന് തിരുമനസർച്ചനയൊക്കെ കൊണ്ടുവരിക, പ്രസാദം മേടിച്ച് ഭഗവാന്റെ നടയുടെ നേരെ എതിർഭാവത്തിൽ നിന്നുകൊണ്ട് ഭഗവാനെ ദർശിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാമന അല്ലെ ആഗ്രഹിക്കുന്ന ഒരു അഭിഷ്ടകാര്യം അല്ലെ ഉദ്ദിഷ്ടകാര്യം നമ്മുടെ മനസ്സിൽ ഒട്ടനവധി നാളുകളായി കേസിനായിട്ട് മുന്നോട്ട് പോകണോ, അത് വിജയിക്കണില്ല, അതേപോലെ തന്നെ ഒരു ഗ്രഹം നിർമ്മിക്കുവാനായിട്ട് ശ്രമിക്കണോ, നടക്കണില്ല, ഒരു വാഹനം മേടിക്കുവാൻ ശ്രമിക്കണോ, നടക്കണില്ല, സർക്കാർ ഉദ്യോഗപരമായിട്ടുള്ള ഒരു ജോലി നേടണം എന്നുള്ള മനസ്സിൽ കൊതിയുള്ളത് കാരണം ഒട്ടേറെ ടെസ്റ്റുകൾ എഴുതണം, വിജയിക്കണില്ല. നല്ല കലകൾ അത് അഭ്യസിച്ചിട്ടുണ്ട്, പക്ഷെ അതിനകത്തൊന്നും മികവുളവാകണില്ല, ബിസിനസ്സിന് പുരോഗതി ഉളവാകണില്ല, സന്തതി സൗഭാഗ്യങ്ങളില്ല. ഉളവായ സന്തതി നീചകർമ്മങ്ങളിലൂടെ മുന്നോട്ട് പോകുകയാണ്, മദ്യം, മയക്കുമരുന്ന് തുടങ്ങിയവയിൽ നിലകൊള്ളുകയാണ്. ക്ഷുദ്രപ്രയോഗങ്ങളാൽ മനസ്സും ശരീരവും ആത്മാവും വേദനിക്കണ സജ്ജനങ്ങൾ. എന്താണോ നമ്മുടെ മനസ്സിൽ ഉളവായിരിക്കുന്നത് ആ ആഗ്രഹങ്ങൾ ആഞ്ജനേയ സ്വാമിയുടെ അടുക്കൽ പറയുക, തിരികെ ഗ്രഹത്തിലേക്ക് മടങ്ങുക. അതായത് നമ്മൾ പ്രഭാതകാലത്തിൽ പോകുക, പ്രഭാതത്തിലായിരിക്കണം ഇത് അനുഷ്ഠിക്കേണ്ടുന്നത്. തലേന്ന് തന്നെ ശുദ്ധമായിട്ട് ഈ അരയാലിൻ്റെ മുട്ടുകൊണ്ടാകരുത്, പേരാൽ തന്നെ ആകണം. അരയാൽ മുട്ടല്ല, പേരാൽ മുട്ടാണ് ഇതിന് പ്രാതിനിധ്യം. അന്നേരം ശ്രദ്ധിക്കണം, നമ്മളുടെയൊക്കെ നാട്ടിലുള്ളത് അരയാലാണ്, പേരാല് വളരെ കുറച്ചേ കാണുകയുള്ളൂ. അന്നേരം അതൊന്ന് ശ്രദ്ധിക്കുവാനുള്ള സാഹചര്യം നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അത് ഹാരം അങ്ങോട്ട് കെട്ടി നല്ല ദൂഷണലയിൽ വെള്ളം തളിച്ച് മറ്റൊരു ജീവിയും അല്ലെങ്കിൽ എലിയോ പൂച്ചയോ കാക്കയോ പട്ടിയോ വരുന്നോ ഒന്നും എടുക്കാത്ത ഭാഗത്തിൽ നല്ലതുപോലെ പൊതിഞ്ഞ് സൂക്ഷിച്ച് പിറ്റേന്ന് പ്രഭാതത്തിൽ ശരീരശുദ്ധിയൊക്കെ വരുത്തി മനസ്സ് നല്ല ദൃഢമായി ഭക്തിയിലൂടെ ആഞ്ജനേയനെ മനസ്സിൽ അങ്ങോട്ട് കണ്ടുകൊണ്ട്, അത് സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ, നേരെ ആ ക്ഷേത്ര ദർശനത്തിനായിട്ട് അങ്ങോട്ട് മുന്നോട്ട് നീങ്ങുക. ദൂരെയാണ് ക്ഷേത്രമെങ്കിൽ വാഹനത്തിൽ പോകുമ്പോൾ ശ്രദ്ധയോടെ പോകുക. ഹരേ രാമ ഉച്ചാരണ ശുദ്ധി വരുത്തി വേണം പോകുവാൻ. ഇത് രാവിലെ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞതുകൊണ്ട് പെട്ടെന്ന് വണ്ടി 100 മൈൽ സ്പീഡിലൊന്നും വിടേണ്ടിയ കാര്യമില്ല. ഇച്ചിരി പുലർന്നാലും കുഴപ്പമില്ല. ദൂരെയുള്ള ക്ഷേത്രങ്ങളിലേക്ക് പോകുമ്പോൾ ശരീരശുദ്ധിയൊക്കെ വരുത്തി ശുഭ്രവസ്ത്രമൊക്കെ അണിഞ്ഞ് അങ്ങനെ നേരെ ക്ഷേത്രത്തിൽ ചെന്ന് പറഞ്ഞ പ്രകാരമുള്ള കാര്യകർമ്മങ്ങൾ അങ്ങോട്ട് അനുഷ്ഠിക്കുക. നിങ്ങൾ ആഗ്രഹിക്കണ കാമന അതിനി എത്ര വളരെ മാരകമായിട്ടുള്ളതാണെങ്കിലും
അത് ഭഗവാൻ സാധ്യമാക്കും എന്നുള്ളതിനകത്ത് സംശയമില്ല. ഈ വീഡിയോ ഏവർക്കും പ്രയോജനമാകുന്നൊരു വീഡിയോ ആണ്. ശ്രദ്ധയോടുകൂടി നിങ്ങൾക്ക് കിട്ടിയ ഈ അറിവ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ മാത്രമല്ല, മറ്റുള്ളവരും രക്ഷപ്പെടണം. അതോടൊപ്പം ഇത് പറഞ്ഞു തരണം എനിക്കും ഉളവാകണ ആ സന്തുഷ്ടി. അതിനാൽ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുള്ളവർ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വന്നു ചേരുന്നതാണ്. അന്നേരം മറക്കാതെ ശ്രദ്ധയോടുകൂടി ആചരിക്കുക. അന്നേരം മറന്നു പോകരുത്. മറ്റൊരു വീഡിയോയുമായി വരും വരെ ഏവർക്കും നന്ദി, നമസ്കാരം. ലോകാ സമസ്ത സർവം സുഖിനോ ഭവന്തു.